നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സീസണിൻ്റെ തുടക്കത്തിലേ അറിയാമായിരുന്നു ഇത് ബുദ്ധിമുട്ടാവുമെന്ന്. പക്ഷേ ഇത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ പോരാ, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഇത് പോരാ. പെപ് ഗാർഡിയോള പറയുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു അവസ്ഥ പരിതാപകരമെന്നല്ലാതെ എന്ത് പറയാനാണ്. ഇന്നലെ ജയിച്ചു എന്ന് കരുതിയെടുത്ത് നിന്നാണ് അവരെ കളി തോൽപ്പിച്ചത്. ഓഫുൾ ഡിഫെൻഡിങ് എന്ന് തന്നെ പറയണം. 2-1 തോൽവി മാഞ്ചസ്റ്റർ ഡെർബിയിലും ഏറ്റുവാങ്ങിയതോടുകൂടി വലിയ പ്രഷറിലാണ് പെപ്പ് ഉള്ളത്. നോക്കുക, പ്രീമിയർ ലീഗിൽ ഇപ്പോൾ 5th പ്ലേസിലാണ്. ലിവർപൂളുമായിട്ട് 9 പോയിൻറ്റിൻ്റെ കുറവുണ്ട്. അതായത് ലീഡേഴ്സുമായിട്ട് 9 പോയിൻറ്റ് കുറവുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ 22ാം സ്ഥാനത്ത്, അതായത് എലിമിനേഷനേക്കാൾ 1 പോയിൻ്റ് മാത്രം കൂടുതലാണുള്ളത്. സോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ടൈറ്റിൽ ഹോപ്പുകൾ അങ്ങനെ ഫെയ്ഡായി പോകുന്ന കാഴ്ച. അവസാനത്തെ അവരുടെ റിസൾട്ടുകൾ നോക്കുമ്പോൾ ഇന്നലെ തോൽവി, അതിന് മുമ്പത്തെ കളി തോൽവി, അതിന് മുമ്പ് ഡ്രോ, പിന്നെ ഒരു വിജയം, പിന്നെ തോൽവി, പിന്നെ ഒരു ഡ്രോ, പിന്നെ തോൽവി 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 തോൽവി. അതാണ് അവസാനത്തെ 11 മത്സരങ്ങൾ എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് അവർക്കുള്ളത്. അവസാനത്തെ 11 കളികളിൽ നിന്ന് ഒരേ ഒരു വിജയം, 2 സമനിലകൾ, 8 തോൽവികൾ. വിന്നിംഗ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കേൾക്കണോ? വെറും 15.2%. പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്ഥിതിവിശേഷമാണിത് എന്ന കാര്യം കൂടി നോക്കുക. 13 ഗോളുകൾ ഈ 11 കളിയിൽ നിന്ന് അവർ നേടിയിട്ട് 25 തിരികെ വാങ്ങി. 29 ബിഗ് ചാൻസുകൾ അവർ മിസ് ചെയ്തു. 29 ബിഗ് ചാൻസുകൾ 21 മിസ് ചെയ്തു. 46 ബിഗ് ചാൻസുകൾ അവർ കൺസീഡ് ചെയ്തു. 63.5% ബോൾ പൊസിഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും റിസൾട്ടാക്കി മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല. ഓൾറെഡി അവർ കറബാവോ കപ്പിൽ നിന്ന് എലിമിനേറ്റഡ് ആണ്. ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് എലിമിനേഷൻ്റെ തൊട്ടരികിൽ നിൽക്കുന്നു. പ്രീമിയർ ലീഗിൽ അവർ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇനി ഒരു കണക്ക് കൂടി പറയട്ടെ. ഇപ്പോൾ ടോപ്പ് 5 ലീഗിൽ മോസ്റ്റ് ഡിഫെൻസീവ് എറേഴ്സ് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് നവംബർ മുതൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴാണല്ലോ സിറ്റി എല്ലാം കൂടി തകിടം മറിഞ്ഞ് താഴേക്ക് വീഴാൻ തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ ടോപ്പ് 5 ലീഗിൽ ഏറ്റവും അധികം ഡിഫെൻസീവ് എറേഴ്സ് വരുത്തിയ ടീം മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഡിഫെൻസീവ് എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ എറർ ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു ഗോളിലേക്ക് നയിക്കുന്നതിനെയാണ് നമ്മൾ ഡിഫെൻസീവ് എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ 1ാം സ്ഥാനത്ത് ഏറ്റവും അധികം ഡിഫെൻസീവ് എറർ വരുത്തിയത് സിറ്റിയാണ്, 17 എണ്ണം. 2ാമത് സതാംപ്ടൺ 16 എണ്ണം. 3ാമത് ആസ്റ്റൺ വില്ല. എന്തായാലും വളരെ കൃത്യമായിട്ട് ഇപ്പോൾ പെപ് ഗാർഡിയോള പറയുന്നു, എനിക്കറിയാമായിരുന്നു ഈ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് ബുദ്ധിമുട്ടാകുമെന്ന്. ബട്ട് ഐ ഡിഡ്ന്റ് തിങ്ക് ഇറ്റ് വുഡ് ബി ദിസ് ഹാർഡ്. ഇത്രത്തോളം ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഞാനാണ് ബോസ്, ഞാനാണ് മാനേജർ, എനിക്കിതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ. ബട്ട് ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. അതാണ് സിമ്പിളായിട്ട് പറയാനുള്ളത്. ഐ ആം നോട്ട് ഡൂയിങ് വെൽ. അതാണ് യാഥാർത്ഥ്യമെന്ന് പെപ്പ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.